കർക്കിടക മാസത്തിന് യാത്ര പറഞ്ഞ് പൊന്നിൻ ചിങ്ങമാസത്തിന് വരവേൽക്കാൻ നമ്മളെല്ലാം ഒരുങ്ങുകയാണ്. കർക്കിടക മാസം യാത്രയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ രാമായണം മടക്കി വയ്ക്കാവുന്ന ഒരു ആശ്വാസവും പലർക്കും ഉണ്ടാവും. കർക്കിടക മാസത്തിൽ മുഴുവൻ നമ്മൾ എവിടെ നോക്കിയാലും രാമായണത്തെക്കുറിച്ചുള്ള ചർച്ചകളും രാമായണ വായനയും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിതൊരു ചടങ്ങ് പോലെ ചെയ്യുന്നു. കർക്കിടക മാസമായി കഴിഞ്ഞാൽ രാമായണം, മണ്ഡലമാസമായി കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ പാട്ടുകൾ, ഇങ്ങനെ ഓരോ സീസണായിട്ട് നമ്മൾ മാധ്യമങ്ങൾ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ ആഘോഷങ്ങളായി. അപ്പോൾ നമ്മളെല്ലാം ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ്, ഉത്സവത്തിൻ്റെ ഭാഗം പോലെയാണ്. അപ്പോൾ നമ്മൾ ഉത്സവം കാണുന്ന പോലെ ഇതെല്ലാം നമ്മൾ കണ്ട് ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നേടേണ്ട മൂല്യങ്ങൾ വേണ്ട പോലെ നേടുന്നില്ല. ഇപ്പോൾ സന്ധ്യാദീപം വാസ്തവത്തിൽ പണ്ടത്തെ സന്ധ്യാനാമത്തിനൊരു പകരം വയ്പ്പാണ് ചെയ്യുന്നത്. ടി വിയിൽ കീർത്തനങ്ങൾ കേൾക്കുന്നു, ടി വിയിൽ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, നമ്മൾ വെറുതെ സുഖമായിട്ട് കസേരയിൽ ഇരുന്ന് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പലതും കാണുന്നതും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത സീരിയൽ ഒരു ന്യൂസ് വരും. ഇങ്ങനെ ധാരാളം ശബ്ദങ്ങൾ, വാർത്തകൾ, ഇത് പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നതേയില്ല. അതേസമയം നമ്മൾ സ്വയം രാമായണം വായിക്കുകയായിരുന്നെങ്കിൽ, അത് മനസ്സ് കൊടുത്ത് അർത്ഥം മനസ്സിലാക്കി വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് തലച്ചോറ് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ തലച്ചോറിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതായിരുന്നു നേരത്തെ രാമായണ വായന കൊണ്ട് നമ്മുടെ മുൻ തലമുറയ്ക്ക് കിട്ടിയിരുന്നൊരു പ്രധാനപ്പെട്ട ഗുണം. രാമായണം ഒരു കഥ മാത്രമല്ല, അതിനകത്തൊരു കഥയുണ്ട്. പക്ഷേ കഥ അതിൻ്റെ ഒരു ഘടന എന്ന് പറഞ്ഞാൽ ഒരു എല്ലിൻ കൂട് മാത്രമേ ആകുന്നുള്ളൂ. നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യന് തീർച്ചയായിട്ടും ഒരു എല്ലിൻ കൂടുണ്ട്. പക്ഷേ എല്ലിൻ കൂട് മാത്രമല്ല മനുഷ്യൻ. എല്ലിൻ കൂടിൻ്റെ പുറമേ വരുന്ന ഘടകങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അതിനൊരു സ്ട്രക്ചർ കൊടുക്കാൻ എല്ലിൻ കൂട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അതുപോലെ രാമായണത്തിനൊരു കഥയുണ്ടെങ്കിലും ആ കഥയേക്കാൾ ഉപരിയായിട്ട് അത് നമ്മുടെ ഭാരത സംസ്കാരത്തെ രൂപപ്പെടുത്താൻ വളരെയധികം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റുള്ളൂ. ഇത് കർക്കിടക മാസത്തിൽ ടി വിയിൽ കൂടെ കേൾക്കാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രം ഒതുങ്ങിപ്പോകില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഈ രാമായണത്തിൻ്റെ ഒരു ഇടം കൊടുക്കാൻ നമുക്ക് സാധിക്കും. പത്രം വായിക്കാൻ എടുക്കുന്ന സമയമെങ്കിലും നമ്മൾ രാമായണമോ ഭാഗവതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഏതെങ്കിലും ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കാൻ നമ്മൾ മാറ്റി വയ്ക്കണം. ഒരു രാമായണം തന്നെ ജീവിതകാലം മുഴുവൻ വായിച്ചാലും നമ്മൾ കൂടുതൽ അതിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. ഇതിഹാസത്തിൻ്റെ പ്രാധാന്യം അതാണ്. തീർച്ചയായിട്ടും മഹാഭാരതത്തിന് ആ ഗുണമുണ്ട്. പക്ഷേ നമ്മളിന്ന് ഇപ്പോൾ ആരും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരതം പദ്യമൊന്നും വായിച്ച് മനസ്സിലാക്കാനുള്ള ക്ഷമ പ്രകടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ആധ്യാത്മ രാമായണമാണെങ്കിൽ എഴുത്തച്ഛൻ്റെ രാമായണം കുറേ കൂടി നമുക്ക് പരിചിതമാണ്. അതുകൊണ്ട് അത് വായിക്കുന്നതിന് അത്രത്തോളം വൈഷമ്യം നമുക്കുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളെ രാമായണത്തിൽ ഒരുപാട് തത്വങ്ങൾ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും അതിലെ ഒരു ഗുരുഭാവത്തെ പറ്റി, കാരണം നമ്മളിപ്പോൾ അമ്മയുടെ ഒപ്പം ജീവിക്കുന്നവരാണ്. വാസ്തവത്തിൽ രാമനോടൊപ്പം ജീവിക്കുന്ന പോലെ തന്നെയാണ്. രാമനേക്കാളും കൂടുതൽ സുഗമ്യയാണ് അമ്മ. നമുക്ക് എപ്പോഴും അമ്മയുടെ അടുത്ത് പോകാം. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും, വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും അമ്മയോട് അവതരിപ്പിക്കാം. സാക്ഷാൽ രാമചന്ദ്രൻ്റെ നാട്ടിൽ അയോധ്യയിൽ തന്നെ നമ്മളെല്ലാം ജീവിച്ചിരുന്നെങ്കിലും രാമനെ ഇതുപോലെ നമുക്ക് പോയി കാണാനോ നമ്മുടെ വീട്ടുകാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ കല്യാണക്കാര്യം പറയാനോ പരീക്ഷയ്ക്ക് ജയിക്കുന്ന കാര്യം പറയാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. രാമൻ്റെ ഒരു ഭാവം ഒരു ചക്രവർത്തി ഭാവമായിരുന്നു. അപ്പോൾ ഒരു ചക്രവർത്തിയെ സമീപിക്കുന്നത് പോലെ മാത്രമേ രാമനെയോ ഒരു പരിധിവരെ ശ്രീകൃഷ്ണനെ പോലും നമുക്ക് സമീപിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അമ്മ ഇവിടെ അങ്ങനെയല്ല. ശരിക്കും നമ്മുടെ പെറ്റമ്മയോടടുത്ത് പോലും ഇല്ലാത്ത സ്വാതന്ത്ര്യം നമുക്ക് അമ്മയടുത്തുണ്ട്. മിക്കവാറും പേർക്കുണ്ട്. ഇനി അമ്മയെ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ദർശനത്തിൽ പോയി കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുകയും ചെയ്യും. കുട്ടികൾ പോലും സ്വല്പം പലപ്പോഴും അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് പറയാത്ത അവരുടെ കുഞ്ഞു കുഞ്ഞു രഹസ്യങ്ങളൊക്കെ അമ്മയുടെ അടുത്താണ് പങ്കുവയ്ക്കുന്നത്. നമ്മൾ അത്രത്തോളം നമുക്കെല്ലാവർക്കും സുലഭയാണ്. കാരണം അമ്മയുടെ സമയം മുഴുവൻ നമുക്ക് ചെവി തരാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്. കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് അമ്മ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുക. ഈ 1000-10000 ജനങ്ങൾ വരുന്നത് കൊണ്ട് ഒരുപക്ഷെ നമുക്കിതെല്ലാം വിശദമായിട്ട് പറയേണ്ടാനുള്ള സാവകാശം തരാൻ അമ്മയ്ക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മൾ പറയുന്ന എത്ര ചുരുക്കി പറയുന്നതാണെങ്കിലും എത്ര സൂചിപ്പിച്ചാൽ പോലും ഒരുപക്ഷെ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അമ്മ കൃത്യമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി നിർദ്ദേശിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ അമ്മയുടെ അടുത്തുള്ള ഇത്രയധികം അടുപ്പം കൊണ്ട് അമ്മയുടെ ആ ഒരു ഗുരുഭാവത്തെ നമ്മൾ പലപ്പോഴും വേണ്ട പോലെ മാനിക്കാറില്ല. അതിന് നമ്മളൊരു വില കൽപ്പിക്കാറില്ല. അമ്മ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ ചിലപ്പോൾ അത്രയധികം പ്രാധാന്യം കൽപ്പിക്കാറില്ല. നമ്മുടെ വീട്ടിലെ പെറ്റമ്മ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ പലപ്പോഴും പ്രാധാന്യമൊന്നും കൽപ്പിക്കാറില്ലല്ലോ.
അമ്മയൊക്കെ എങ്ങനെയൊക്കെ പറയും, അതൊക്കെ നമ്മളെല്ലാം അനുസരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ അതുപോലൊരു സ്വാതന്ത്ര്യം നമ്മൾ അമ്മയോടും എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എടുക്കുന്നതുകൊണ്ട് പലപ്പോഴും അമ്മ പറയുന്ന വാക്കുകൾ തെറ്റിക്കുന്നതുകൊണ്ടുള്ള ഭവിഷ്യത്ത് അനുഭവിച്ചതിന് ശേഷമായിരിക്കും അയ്യോ അത് നമ്മൾ കേട്ടില്ലല്ലോ, അനുസരിച്ചില്ലല്ലോ എന്ന് തോന്നലുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നതെന്ന് നമുക്ക് അപ്പോൾ തോന്നിയേക്കാം. പക്ഷേ എങ്കിലും നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ അത് തുടരുകയാണ് പതിവ്. കാരണം ആ പ്രാധാന്യം നമ്മൾ കൊടുക്കാത്തതിന് കാരണം അമ്മ അങ്ങനെ ഒരു ഭാവം എടുക്കാത്തത് കൊണ്ടാണ്. അമ്മ ഒരു ഗുരുവിൻ്റെ ഭാവം പ്രത്യക്ഷത്തിലെടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ശ്രേയസ്സിന് മാത്രമല്ല, നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ പോലും അമ്മയുടെ ഈ ഭാവത്തെക്കുറിച്ച് നമ്മൾ തിരിച്ച് അവർ മനസ്സിലാക്കി വെക്കുന്നത്, അതനുസരിച്ച് നമ്മൾ പെരുമാറുന്നത് നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് രാമായണം നമ്മളെ എങ്ങനെ സഹായിക്കും എന്നൊന്ന് മനസ്സിലാക്കുന്നതും നമുക്ക് ഈ സമയത്ത് വളരെ ഉപകാരപ്പെടും. അതിൽ രാമായണത്തിനോട് നമ്മൾ ഗുഡ് ബൈ പറയാൻ പോകുമല്ലേ. അതിന് മുമ്പേ രാമായണത്തിന് നമ്മൾ എങ്ങനെ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് അറിയുന്നത് നല്ലതാണ്. ഇവിടെ രാമായണത്തിൽ ശ്രീരാമേന്ദ്രനെ ആധ്യാത്മരാമായണത്തിൽ വിശേഷിച്ചിട്ട് ശ്രീരാമേന്ദ്രനെ അവതരിപ്പിച്ചിരിക്കുന്നത് സാക്ഷാത് പരമാത്മാവായിട്ടാണ്. ആ പരമാത്മാവിൻ്റെ മായാശക്തിയായിട്ടാണ് സീതാദേവിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പരമാത്മാവ് എങ്ങനെ ഒരു മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ നമ്മളെ നയിക്കുന്നു, ആ പരമാത്മ തത്വത്തിലേക്ക് എങ്ങനെ നയിക്കുന്നു, ഇതാണ് രാമായണം നമുക്ക് കാണിച്ചിരുന്നത്. ഇപ്പോൾ രാമായണത്തിൽ മനുഷ്യജീവിതത്തിന് വേണ്ട 4 പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ 4 പുരുഷാർത്ഥങ്ങൾ എങ്ങനെ നേടണം എന്ന് വളരെ വ്യക്തമായിട്ട് രാമായണം നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തുടങ്ങുന്ന ധർമ്മത്തിൽ നിന്നാണ്. നമ്മൾ 4 പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് പലപ്പോഴും ധർമ്മമാണ്. കാരണം ധർമ്മം എന്താണ് എന്ന് ഗ്രഹിച്ചാൽ, അത് നമ്മൾ അനുവർത്തിച്ചാൽ മറ്റു 2 അർത്ഥകാമങ്ങളും പിന്നീട് ഇവയെല്ലാം അതിക്രമിച്ചിട്ട് മോക്ഷവും നേടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ലക്ഷ്യം ഇപ്പോൾ അർത്ഥകാമങ്ങൾ മാത്രമാണ്. ആദ്യം തൊട്ട് തന്നെ ധർമ്മത്തെക്കുറിച്ച് ഒരു ചിന്തയും നമുക്ക് ആർക്കും തന്നെ, അച്ഛനമ്മമാർക്കോ കുട്ടികൾക്കോ സമൂഹത്തിനോ ഭരണാധികാരികൾക്കോ ആർക്കും തന്നെ വലിയ ചിന്തയൊന്നുമില്ല. ആ ധർമ്മം എന്നുള്ള എന്തോ ഒരു പഴയ വാക്കാണ്, ഒരു പഴഞ്ചൻ വാക്കാണ്, ഇങ്ങനെ പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതെന്താണെന്ന് അറിയാനോ അത് നമ്മൾ അനുവർത്തിക്കാനോ ഒന്നും വലുതായിട്ട് ശ്രമിക്കുന്നില്ല.